നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാസന്തി ഇന്ന് ജോലിക്ക് പോയില്ലല്ലേ? ഇല്ല, അവരൊക്കെ വന്നല്ലേ. എന്ത് പറയുന്നു? ദയ തിരിച്ചു വരുമോ? എനിക്കറിയില്ല. വാസന്തി ചേച്ചി അവരുമായിട്ട് സംസാരിച്ചത് അവിടെ ചോദിച്ചാ മതി. അല്ല, ഇതൊന്നും ശബരി എന്ത് പറഞ്ഞാലും നീ ഓക്കെ ആണല്ലോ അല്ല? എന്നോട് മാത്രം എന്താ നിനക്ക് ഇത്ര ദേഷ്യം? ദയ ഇവിടുന്ന് പോകാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വാസന്തിയോട് പോലും പറയാത്തത് നിന്നെ ഓർത്താ. എന്നെ നിങ്ങൾ ഓർക്കണ്ട, ഈ കുടുംബത്തെ ഓർത്താ മതി. ഇല്ലെങ്കിൽ ഞാനായിരിക്കും എല്ലാവരോടും വിളിച്ചു പറയുന്നത്. ആ മുംബൈ ടീമിനെ രഘുവേട്ടൻ അറിയാം. നമ്മൾ തുടങ്ങിയ ടൈമിൽ അവർ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. രഘുവേട്ടൻ്റെ കമ്പനി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ബിസിനസ് ടൂർ നടത്തായിരുന്നു. പോയതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അതുപോലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ആ അമ്പിളി ചേച്ചി, മോൾ ഓർക്കുവാണോ? കുറച്ചു നേരം ഉറങ്ങട്ടെ, അല്ലെങ്കിൽ സംസാരിക്കാൻ സമ്മതിക്കില്ല. അമ്പിളി, ശബരി ബിസിനസ് ടൂറിന് പോവാ. ഒരു മുംബൈ കമ്പനി 2 ആഴ്ചത്തെ ദുബായ് ട്രിപ്പ് ഓഫർ ചെയ്തിരിക്കുക. ആണോ? എപ്പോഴാ ശബരി പോന്നേ? മറ്റന്നാൾ ഇവിടുന്ന് മുംബൈക്ക് പോകും. 2 ദിവസം കമ്പനിയുടെ ഫാക്ടറികളിൽ വിസിറ്റ്, അത് കഴിഞ്ഞ് നേരെ ദുബായ്. ദയക്ക് കൂടി വേണമെങ്കിൽ വരായിരുന്നു, പക്ഷെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലേ. അത് കുഴപ്പമില്ല ശബരി, അവള് വരും. നീ ഈ കാര്യം ദയെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ല രഘുവേട്ടാ? ഇല്ല, ദയെ ഞാൻ വിളിക്കില്ല. ഈ കേസിൽ മാത്രം എന്നെ ആരും നിർബന്ധിക്കരുതെന്ന് രഘുവേട്ടനോട് ഞാൻ ആദ്യമേ തന്നെ പറയുകയും ചെയ്തു. ശബരി, അമ്പിളി ഉദ്ദേശിച്ചത് ഈ ടൂറിന്റെ കാര്യം അവളെ വിളിച്ചൊന്ന് പറയുമെന്നാ അല്ലേ അമ്പിളി? അതെ, ശബരിയുടെ ഒപ്പം ദുബായിലേക്ക് പോകാൻ കിട്ടുന്ന അവസരമൊന്നും ദയ പാഴാക്കില്ല. അതിനുവേണ്ടിയെങ്കിലും അവള് ബാക്കിയെല്ലാം മറന്ന് തിരിച്ചു വന്നാലോ? അങ്ങനെ വന്നിട്ട് എന്താ അമ്പിളി ചേച്ചി കാര്യം? ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നാ അവള് വീണ്ടും പഴയ ദയ തന്നെയാവും. അത് വേണ്ട. ഇനിയും ദയയുമായിട്ട് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ദയ എന്തിന്റെ പേരിലാണോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, ആ തെറ്റ് പൂർണ്ണമായും തിരുത്തി അവൾ തിരിച്ചു വരണം. അതിന് അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായിട്ട് അവൾക്ക് തോന്നണ്ടേ ശബരി? ദയ പറയുന്നത് ശബരി ജീവിക്കുന്നത് അവൾക്കും കുഞ്ഞിനും വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടിയാണെന്നാ. ശബരി, ഒന്നുകിൽ നീ മറ്റൊരു വീടെടുത്ത് മാറണം, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണം. അമ്മാവനോട് പോലും ദയ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ. അത് രണ്ടും നടക്കാത്ത കാര്യങ്ങളാണ് രഘുവേട്ട. ഈ വീട്ടിലേക്ക് തന്നെ ദയ തിരിച്ചു വരണം. അതിനുള്ള മനസ്സ് അവൾക്ക് എന്നുണ്ടാവുന്നോ അന്ന് വന്നാ മതി അവള്. പക്ഷേ ശബരി, ചേച്ചി എന്താ പറയാൻ വന്നത്? അനിതേട്ടത്തിൽ കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, രാവിലെ സംസാരിക്കുമ്പോ അനിതയും ദയയും തമ്മിൽ എന്തോ വഴക്കുണ്ടായിന്നൊക്കെ വാസന്തി ചേച്ചി പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനിത വന്ന് ദയോട് സംസാരിച്ച. അറിഞ്ഞോണ്ട് ഞാൻ ദയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് ദയോട് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാ. അതിന്റെ ആവശ്യമൊന്നും ഏട്ടത്തി. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് മാപ്പ് പറയേണ്ടത് ദയ. അവള് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരും. എടുത്തി, എൻ്റെ ഈ ബാഗൊന്ന് മുറിയിൽ വെച്ചേക്ക്. അച്ഛന് വയ്യാതെ കിടക്കുമ്പോഴാ ദയ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കമ്പനിയിൽ ഓണത്തിന്റെ ഓർഡർ തീർത്തു കൊടുക്കാനുള്ള തിരക്കും. വാസന്തി ചേച്ചിയാണെങ്കിൽ കുടുംബശ്രീയുടെ സ്റ്റാള് തുറന്നു എന്നും പറഞ്ഞ് അതിന്റെ പുറകെ അങ്ങ് പോയി. ആ സമയത്ത് എനിക്ക് ഈ കുടുംബത്തിനും ഏറ്റവും വലിയ ഹെൽപ്പായത് അനിതേടത്തിയാ. ദയയുടെ മനസ്സിൽ എന്താണെന്ന് അവൾ തുറന്ന് പറയട്ടെ രഘുവേട്ട. എങ്കിലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അവൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് ശബരിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവണം. അത് അവളുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് കേൾക്കാനാ ഞാനും കാത്തിരിക്കുന്നത്.
അതെന്താണെന്ന് ശബരിക്ക് അറിയാമെങ്കിൽ ഞങ്ങളോടത് പറഞ്ഞൂടെ? നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം ശബരി. അതിനായിട്ടില്ല ചേച്ചി. ഞാൻ എന്തായാലും ടൂറൊക്കെ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും ശാശ്വതമായൊരു പരിഹാരം ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ. മോളെ ദാ ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കുറച്ചു നേരം കിടന്ന ഈ തലവേദന അങ്ങ് മാറിക്കോളും. നിനക്ക് കല്യാണത്തിന് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കണ്ടേ? അതിന് മോള് തന്നെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. അച്ഛനും അമ്പിളി ചേച്ചി ഇവിടെ ഇല്ലാത്തപ്പോ നിനക്ക് വിഷമമൊന്നും വരാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ? കണ്ണടച്ച് കിടന്നു, ഞാൻ അടുത്ത് തന്നെ ഇരുന്നോളാം. ആരാ മഞ്ചാടി? ഇന്ദ്രേട്ടനാ. ഇന്ദ്രേട്ട. മഞ്ചാടി സുഖമല്ലേ? ഇന്ദ്രേട്ട, ചേച്ചി മുറിയില്ല. അല്ല, അച്ഛനോട് ഇല്ലേ? ദേ ഇല്ല, അച്ഛൻ തറവാട്ടിൽ എന്തോ കാര്യത്തിന് പോയിരിക്കുക. ആ, അച്ഛൻ തനിച്ചാണോ പോയെ? അതെ. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും വേറെന്തോ കാര്യത്തിന് എങ്ങോട്ടോ പോയിരിക്കുക. ഞാൻ ചേച്ചിയെ വിളിക്കാം. ഇന്ദ്രേട്ടൻ ഇരിക്കെ. ഇരിക്കെ. സോനയും കുഞ്ഞും സുഖായിരിക്കുന്നോ? ആ, സുഖായിരിക്കുന്നു. ചേച്ചി, ഇന്ദ്രേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ദ്രേട്ടനോ? ചേച്ചി ചേച്ചി അങ്ങോട്ട് ചെല്ല്. വെച്ചുമോ നിന്റെ മുറിയിൽ കളിക്കുവാണോ? അല്ല ചേച്ചി, അവന് ചെറിയ പനിയുടെ ലക്ഷണമുണ്ട്. അവൻ ഉറക്കാം. ആ, എന്നാ നീ അങ്ങോട്ട് ചെല്ല്. ഇന്ദ്രേട്ടൻ എന്തായിരിക്കും പെട്ടെന്ന്? ചേച്ചി ഇടയ്ക്ക് വിളിച്ചപ്പോ ഫോൺ എടുത്തില്ലല്ലോ. ആ കുറ്റബോധം കൊണ്ട് വന്നതാവും. എന്തായാലും അന്വേഷിച്ച് വന്നില്ലേ, ചേച്ചി അങ്ങോട്ട് ചെല്ല്. നീ റെസ്റ്റ് ചെയ്തോ. ചേച്ചി, നമ്മള് അമ്മയുടെ തറവാട്ടിൽ പോയതിന്റെ വിശേഷം ചോദിക്കുമായിരുന്നു ഇന്ദ്രേട്ടൻ. തറവാട്ടിലെ തിരുവോണം അടിപൊളിയായിരുന്നു എന്നാ ദയ പറഞ്ഞത്. അങ്ങോട്ട് പോകുന്ന കാര്യം പറയാൻ ഞാൻ 2 തവണ ഇന്ദ്രേട്ടനെ വിളിച്ചിരുന്നു. അത് ഓണത്തിന്റെ തലേദിവസം ഷോപ്പിൽ തിരക്കായിരുന്നു, അതാ സംസാരിക്കാൻ പറ്റാതിരുന്നത്. ദയേ, നീ എന്നാ ചായ എടുക്കില്ലേ? ഇന്ദ്രേട്ടന് ചായ കോഫിയോ? എന്തായാലും മതി. അനുങ്ങോട്ടിരിക്കേ. ഇന്ദ്രേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തേലും വിശേഷമുണ്ടോ? ആ, ഒരു വിശേഷമുണ്ട്. നമ്മുടെ സത്യന്റെ കല്യാണം. സത്യമാണോ ഇന്ദ്രേട്ടൻ പറയുന്നേ? എപ്പോഴാ? ആരാ പെണ്ണ്? കല്യാണം തീരുമാനിച്ചിട്ട് അവനൊരു വാക്കിനോട് പറഞ്ഞില്ലല്ലോ. അത് സത്യം എന്നെ വിളിച്ച് പറയണമെങ്കിൽ അവന്റെ കല്യാണം അവനറിയണ്ടേ? പിന്നെ അവനറിയാതെ അവന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നേ? അതിന് തീരുമാനിച്ചില്ല, ഇനി തീരുമാനിക്കണം. അതിന് അനുവിന്റെ സഹായം വേണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇന്ദ്രേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം എന്നൊന്ന് തെളിച്ചു പറ ഇന്ദ്രേട്ടാ. പറയാം. സച്ചി സാറിന്റെ മകളുടെ കല്യാണം മുടങ്ങിയ കാര്യം അറിയാലോ.
അത് മുടങ്ങാനുണ്ടായ കാരണം അറിയാം. ഇന്ദുവിന്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു നിശ്ചിത സമയത്തിനകം അവളുടെ കല്യാണം നടക്കണം. അതിനുവേണ്ടി പല പയ്യന്മാരെ അവർ ആലോചിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഒടുവിൽ സച്ചി സാറും ഗോകുലും എന്നെ വന്ന് കണ്ടു. സത്യം തന്നെ ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലതെന്നാ ഞങ്ങളുടെ ഒരു ചിന്ത. ഈ കാര്യം സത്യനോട് പറയും മുമ്പ് നിന്റെ അമ്മയുമായി സംസാരിക്കണം. സത്യനും ഇന്ദു ഒരുമിച്ച അതൊരു നല്ല ബന്ധം തന്നെയായിരിക്കും. പക്ഷേ അവനും അമ്മ അതിന് സമ്മതിച്ചോ? ഇല്ല, ഇന്നലെ അമ്മയോട് പറയാൻ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അമ്മയുടെ അനുവാദം കിട്ടിയതിന് ശേഷം സത്യനെ അറിയിക്കാമെന്നാ കരുതിയത്. അതെന്താ, അവനല്ലേ കല്യാണം കഴിക്കുന്നേ? അപ്പോ അവന്റെ സമ്മതമല്ലേ ആദ്യം അറിയണ്ടേ? അല്ല, അത് ശരിയാ. പക്ഷേ അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം ഈ കല്യാണം നടക്കേണ്ടതെന്ന് സച്ചി സാറിന് നിർബന്ധമുണ്ട്. അദ്ദേഹം തന്നെയാ പറഞ്ഞത്, അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം സത്യൻ ഈ വിവരം അറിഞ്ഞാൽ മതിയെന്ന്.